ഹായ്. ആർക്കും പകരമാവില്ലെന്നറിയാം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് കട്ടൻ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കുടിക്കാമായിരുന്നു അല്ലേ? അപ്പം ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞാനിന്നൊരു വാക്യം പറഞ്ഞായിരുന്നു, ആരും പകരമല്ല. ആരും ഒന്നിനും പകരമല്ല, പകരത്തിന് പകരമാകില്ല. എല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങൾക്ക് അതേത് ആളുകൾ തന്നെ വേണം. പക്ഷേ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്ന ഗസ്റ്റിന് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വം അല്ല. നമ്മൾ സെയിം ബോട്ടിൽ, ഒരേപോലത്തെ ബോട്ടിലുകളിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ വെച്ചിരുന്നത് കൊണ്ട് മാറിപ്പോയതാണ്. ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നതാണല്ലോ. അതിലൊരു അബദ്ധമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് അധികം അങ്ങോട്ട് നല്ല വിശേഷങ്ങളൊന്നും അല്ല. ഇത്തിരി വിഷമമുള്ള വിശേഷങ്ങളാണ്. അമ്മയ്ക്ക് സുഖമില്ല. അമ്മ ഹോസ്പിറ്റലിലാണ്. ഇന്ന് ചെക്കപ്പിന് കൊണ്ടുപോയതാണ്. പക്ഷേ അവിടെ അഡ്മിറ്റ് ചെയ്തു. കാല് വയ്യാഞ്ഞിട്ടാണ്. കാലിൽ ചുവപ്പ്, നീര്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ പേരിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പം ഇന്നിനി ഒത്തിരി വൈകിയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ പോകാൻ പറ്റിയില്ല. ചേച്ചിയുണ്ട്. നാളെ ഞാനും മോനും കൂടെ പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ദിവസമല്ല ഇന്ന്. ഒരുപാട് വിഷമമുള്ളൊരു ദിവസമാണ്. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ എല്ലാമാണ് നമ്മുടെ പെറ്റമ്മ, നമ്മുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പം അവർക്കൊരു അസുഖം, പ്രത്യേകിച്ചൊരു അസുഖമൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടങ്ങ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ചെറിയ വിഷമത്തിലാണ്. എത്രയും പെട്ടെന്ന് ഭഗവാൻ സുഖമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മെയിനായിട്ട് ഇങ്ങനെ റെസ്റ്റിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ. അമ്മ എപ്പോഴും നിൽക്കുന്നതാണ്. അപ്പം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഇങ്ങനെ കാലിൽ നീരൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി റെസ്റ്റ് എടുത്താൽ മാറും. പക്ഷെ അമ്മ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കുക. അമ്മമാർക്ക് ഇത്തിരിയെങ്കിലും സുഖമാണെങ്കിൽ അവർ ഒരിടത്ത് വെറുതെ ഇരിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തിട്ട് രാവിലെ ഉള്ള ജോലികളൊക്കെ ഇന്ന് എനിക്ക് ചെയ്ത് വെക്കണം. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്ത് വെക്കാറ്. അപ്പം അതൊക്കെ ഇന്ന് ചെയ്ത് വെച്ച് ഇത്തിരി കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അമ്മയെ കാണണം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ട്. എന്നാലും നമ്മൾ നേരിട്ട് പോയി കാണുന്നത് അതിലൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അമ്മമാർ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സമയമാണ് സുഖമില്ലാത്ത സമയത്ത് അല്ലേ? അങ്ങനെ ആയിരിക്കും. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ്. ഞാനും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് സുഖമില്ലെങ്കിൽ ഒരു പനി വന്നാലും എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ കാണണം. അങ്ങനെ, അല്ലെങ്കിൽ ആ അമ്മയെ ഒന്ന് ഫോൺ ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു നമുക്കെന്താ ഒരു അസുഖം വരുമ്പോൾ നമുക്കൊരു ഭയമാണ്. അപ്പം നമ്മുടെ അമ്മ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ അമ്മ ഒന്ന് നേരിൽ കാണുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അമ്മ നമ്മളെ കാണാൻ ഇങ്ങനെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പകുതി അസുഖം കുറയും. അങ്ങനെയാണ്. ആർക്കും ഒന്നിനും പകരമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെയുള്ളതാണ്. നമുക്ക് ഒന്നും പകരം വയ്ക്കാൻ, നമുക്ക് വേറെ എന്ത് സാധനങ്ങൾ വേണോ നമുക്ക്. ഇപ്പം ഒരു ഗ്ലാസ് ഉടഞ്ഞാലും നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി പോയാൽ നമുക്കത് അതുപോലത്തെ ഒരെണ്ണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. പക്ഷേ അച്ഛനമ്മ അത് നമുക്കൊന്നേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്മുടെ ഈ ജന്മം മുഴുവനും നമ്മൾ രക്ഷിതാക്കളോട് കടപ്പെട്ടിരിക്കേണ്ടവരാണ്. ഒന്നും നമുക്ക് പകരത്തിന് കിട്ടാൻ പറ്റാത്തതാണ് അച്ഛനമ്മമാർ. അപ്പം അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുകയും നമ്മുടെ സന്തോഷങ്ങളിലെല്ലാം അവരെയും കൂടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് സന്തോഷമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക.